നശ്വരമായ മനുഷ്യജീവിത സമസ്യയെ ഉദാത്തമായ ജീവിത ദർശനം കൊണ്ട് പൂരിപ്പിച്ച മലയാളത്തിലെ മിസ്റ്റിക് കവിയാണ് മേരി ജോൺ തോട്ടം എന്ന സിസ്റ്റർ മേരി ബെനീഞ്ഞ. 1899 നവംബർ 6 എറണാകുളം ജില്ലയിലെ ഇലഞ്ഞിയിൽ തോട്ടം കുടുംബത്തിൽ ജനിച്ചു. വിദ്യാഭ്യാസാനന്തരം അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിൽ ചേർന്ന് സിസ്റ്റർ മേരി ബെനീഞ്ഞ എന്ന നാമം സ്വീകരിച്ചു. ലോകത്തോട് യാത്ര പറഞ്ഞ് സന്യാസം വരിക്കുന്ന മനുഷ്യ മനസ്സിന്റെ വിപുലതകളും അവയെ അതിജീവിക്കുന്ന ദാർശനിക ദൃശ്യങ്ങളും കൊണ്ട് ആസ്വാദക ലോകത്തിന് അനിർവചനീയമായ കാവ്യാനുഭൂതി പകർന്നു തന്ന ലോകമേ യാത്ര എന്ന കവിതയിലൂടെ സിസ്റ്റർ മേരി ബെനീഞ്ഞ മനുഷ്യ മനസ്സുകളെ കീഴടക്കിയ അതുല്യ പ്രതിഭയായി മാറി. ഗീതാവലി, ലോകമേ യാത്ര, കവിതാരാമം, വിധി വൈഭവം, മധുമഞ്ജരി, കവനമേള, ഭാരത മഹാലക്ഷ്മി, കരയുന്ന കവിതകൾ എന്നീ കവിതകളും വാനമ്പാടി എന്ന ആത്മകഥയും ബെനീഞ്ഞാമ്മയുടെ തുല്യതയിൽ നിന്ന് സാഹിത്യ ലോകത്തിന് കിട്ടിയ സർഗ സംഭാവനകളാണ്. 1971 ബെനീഞ്ഞാമ്മയുടെ സാഹിത്യ സംഭാവനകൾ പരിഗണിച്ച് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പോൾ ആറാമൻ പാപ്പായിൽ നിന്ന് ബെനി മെരേന്തി എന്ന ബഹുമതിയും സിസ്റ്റർ മേരി ബെനീഞ്ഞ കരസ്ഥമാക്കി. ദരിദ്രർക്കെതിരെ കൊട്ടിയടയ്ക്കപ്പെടുന്ന വഴിയമ്പലങ്ങളെ കുറിച്ചുള്ള സങ്കടവുമായിട്ടായിരുന്നു ക്രിസ്തുവിന്റെ പിറവി. ദരിദ്രന്റെ പൊള്ളലുകളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നിസ്സഹായനായ ഒരു തൊഴിലാളിയുടെ മനോവിചാരങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സിസ്റ്റർ മേരി ബെനീഞ്ഞയുടെ കവിത തൊഴിലാളി. വൈകുന്നേരം കിട്ടുന്ന തുച്ഛമായ കൂലിയിൽ ഒരു കുടുംബത്തിന്റെ വിശപ്പിറക്കി വെച്ച് പുരിവെയിലത്തു നിന്ന് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ദുരിത ജീവിതം ബെനീഞ്ഞാമ്മയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിയിരുന്നു. ദൈവം അവരെ തേടിയിറങ്ങിയിരിക്കുന്നു, അവരുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈശ്വരന്റെയും നിസ്സുവിന്റെയും മനോവിചാരങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന കവിതയാണ് തൊഴിലാളി. ഭഗവാനിവിടേക്കു വന്നിതോ തൊഴിൽ ചെയ്തിങ്ങു കുനിഞ്ഞു നിന്ന ഞാൻ, തലപൊക്കിയുമില്ലറിഞ്ഞുമില്ല അവിടുന്നാഗതനായ കാര്യമേ. തവ ചെറ്റയിലേക്കു തന്നെ ഞാൻ നടകൊള്ളുന്നതു ജോലി തീർത്തു നീ, വരണം ഹൃദി ശാന്തി പൂർണയായി അവിടെ കണ്ടിടുമെന്ന നിശ്ചയം. അരികത്തു നിനക്കിരുന്നിടാം, മതിയാകും വരെ ഞാനിരുത്തിടാം, പലതും പറയാമൊരുക്കി നീ തരുമത്താഴവും ഉണ്ടുറങ്ങിടാം. ഒരു മാത്രയടുത്തു നിൽക്കുവാൻ ഇടയായാൽ കൃതകൃത്യയായി ഞാൻ, ഇവളേഴയതിന്നനുഗ്രഹം തരണേ അങ്ങു ദയാലുവല്ലയോ. ഒരേഴകേണിരം നെടുമീ വാക്കുകൾ കേട്ടിടാത്ത പോൽ അവിടുന്നു നടന്നു പോകയോ, മുഖമൊന്നിങ്ങു തിരിക്കയില്ലയോ. ഒരു ഭക്തയൊരേഴകേണിരം നെടുമീ വാക്കുകൾ കേട്ടിടാത്ത പോൽ അവിടുന്നു നടന്നു പോകയോ, മുഖമൊന്നിങ്ങ് തിരിക്കയില്ലയോ. ഒരു മാത്രയടുത്തു നിൽക്കുവാനിടയായാൽ കൃതകൃത്യയായി ഞാൻ, ഇവിളേഴയതിന്നനുഗ്രഹം തരണേ അങ്ങു ദയാലുവല്ലയോ. ദൈവമേ, അങ്ങ് കടന്നുപോയത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ പാദങ്ങളിൽ വീണ് പ്രണമിക്കുവാൻ എന്റെ മനസ്സ് അതിയായി ആഗ്രഹിക്കുന്നു. എനിക്കതിന് അർഹതയില്ലെന്നറിയാൻ, എങ്കിലും ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അങ്ങ് മണിമാളികയിലേക്കാണ് പോകുന്നത്. ദാരിദ്ര്യം വിഴുങ്ങിയ എന്റെ കുടിലിലേക്ക് ഒന്ന് നോക്കെങ്കിലും ചെയ്യണേ. മനുഷ്യന്റെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകൾ. അരികിലൂടെ കടന്നുപോയത് ക്രിസ്തുവായിരുന്നു. ക്രിസ്തു തിരിഞ്ഞു നിന്ന് അവളോട് പറഞ്ഞു, എനിക്ക് നിന്റെ വീട്ടിൽ വരണം. നീ ഒരുക്കി തരുന്ന അത്താഴം എനിക്ക് കഴിക്കണം. നീ പറയുന്നത് മുഴുവൻ എനിക്ക് കേൾക്കണം. അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾക്ക് മുന്നേ അവളുടെ ചെറിയ വീട്ടിലേക്ക് ക്രിസ്തു എത്തിക്കഴിഞ്ഞിരുന്നു. അവിടെ അദ്ദേഹം അവളെ കാത്തിരിക്കുകയാണ്. വിശ്വസിക്കാനാകാത്ത അനുഭവമായിരുന്നു ആ സ്ത്രീക്ക് ലഭിച്ചത്. വായനക്കാരനും
അങ്ങനെ തന്നെ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന സുവിശേഷത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മേരി ബെനിനിയുടെ തൊഴിലാളി എന്ന കവിത അവസാനിക്കുന്നു.